വചനമൊഴി കൈത്താക്കാലം 7-ാം ഞായർ. വചനഭാഗം ഉൽപ്പത്തി 6:13-22, ജെരമ്യ 32:36-41, യാക്കോബ് 4:1-10, മത്തായിയുടെ സുവിശേഷം 6:19-24. സഭയുടെ വളർച്ചയും ഫലദായകത്വവും ധ്യാനിച്ചിരുന്ന കൈത്താക്കാലം അവസാന ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവം തിന്മ നശിപ്പിക്കുകയും നന്മ പരിരക്ഷിക്കുകയും ചെയ്യും എന്ന സന്ദേശവും നന്മ പരിരക്ഷിക്കുന്നതിന് മിശിഹ സ്ഥാപിച്ച നൗകയാണ് സഭ എന്ന കാര്യവും കഴിഞ്ഞയാഴ്ച നാം ധ്യാനിച്ചിരുന്നു. ദൈവത്തിൻ്റെ കാരുണ്യവും വിശ്വസ്തതയും വീണുപോകുന്നവരെ വീണ്ടെടുക്കുന്ന സ്നേഹവും ദൈവത്തോട് മനുഷ്യനുണ്ടായിരിക്കേണ്ട അനുസരണവും സമർപ്പണവുമാണ് ഇന്നത്തെ പ്രധാന വിചിന്തന വിഷയം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ പ്രഘോഷണത്തിൽ നാം ശ്രവിക്കുന്നത് നോഹയ്ക്കും കുടുംബത്തിനും വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നതിനുള്ള മാർഗമായ പെട്ടകം നിർമ്മിക്കുന്ന കാര്യമാണ്. ജീവജാലങ്ങൾ മൂലം ലോകത്തിൽ അധർമ്മം വർദ്ധിച്ചതിനാൽ എല്ലാറ്റിനെയും നശിപ്പിക്കാൻ ദൈവം തീരുമാനിക്കുമ്പോഴും എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഒരു ഭാഗത്തെ സംരക്ഷിച്ച് നിലനിർത്തുന്നു. ദൈവം കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ച് ജീവനിലേക്ക് പ്രവേശിക്കുന്ന നോഹയെയും കുടുംബത്തെയുമാണ് നാം കാണുന്നത്. കർത്താവിൻ്റെ വചനമനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ രക്ഷയിലേക്ക് പ്രവേശിക്കുന്നു. മനുഷ്യകുലം പാപം ചെയ്തിട്ടും നോഹയിലൂടെ പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും വിശ്വസ്തതയും ഈ വചനഭാഗത്ത് പ്രകടമാക്കുന്നു. വെള്ളപ്പൊക്ക വിവരണം ഒരു ചരിത്ര സംഭവ വിവരണം എന്നതിനേക്കാൾ ചരിത്ര യാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ദൈവിക സന്ദേശമാണ്. തെറ്റുപെരുകുമ്പോൾ ദൈവം മനുഷ്യ ചരിത്രത്തിൽ ഇടപെടുന്നു, തെറ്റിന് ശിക്ഷ നൽകുന്നു, എങ്കിലും കരുണ കാണിച്ച് അവരെ വീണ്ടെടുക്കുന്നു, മനുഷ്യ ചരിത്രത്തെ മുന്നോട്ട് നയിക്കുന്നു. ഇസ്രായേൽ ജനത്തിനിടയിൽ തിന്മകൾ പെരുകിയപ്പോൾ സത്യദൈവത്തെ ഉപേക്ഷിച്ച് ദൈവമല്ലാത്തവരുടെ പിന്നാലെ അവർ പോയപ്പോൾ ഒരു ശിക്ഷണം എന്ന വിധത്തിൽ ദൈവം ഇസ്രായേലിനെ ചിതറിക്കുകയും ബാബിലോണിയായിൽ അടിമത്തത്തിലേക്ക് വിടുകയും ചെയ്തിരുന്നു. അവിടെ നിന്നും അവരെ വിമോചിപ്പിച്ച് രക്ഷയിലേക്ക് കൊണ്ടുവരുമെന്ന കാര്യമാണ് ജെരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള പ്രഘോഷണത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത്. ഇസ്രായേലിന്റെ അവിശ്വസ്തതയ്ക്ക് അവർക്ക് ശിക്ഷ കൊടുത്താലും അവരെ പുനഃസ്ഥാപിച്ചുകൊണ്ട് ദൈവം തന്റെ കരുണയും ഉടമ്പടിയോടുള്ള വിശ്വസ്തതയും പ്രകടമാക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും വിശ്വസ്തതാപൂർവം ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും എന്നാണ് കർത്താവ് പറയുന്നത്. വീണുപോകുന്ന ജനത്തെ വീണ്ടെടുക്കുന്ന ദൈവം ശാശ്വതമായി ഉടമ്പടി സ്ഥാപിച്ച് ദൈവമനുഷ്യ ബന്ധം പ്രത്യാശയോടെ മുന്നോട്ടു പോകാൻ ഇടയാക്കുന്നു. ദൈവമനുഷ്യ ബന്ധം ഭൂമിയിൽ എപ്രകാരമായിരിക്കണം എന്ന കാര്യമാണ് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത്. ഭൗതികമായ വ്യഗ്രതകളെ ഉപേക്ഷിച്ച് യഥാർത്ഥ നിക്ഷേപം സ്വർഗത്തിൽ സമ്പാദിച്ച് ജീവിക്കുവാനുള്ള സന്ദേശമാണ് സുവിശേഷം നൽകുന്നത്. മിശിഹായുടെ അനുയായിക്കുണ്ടായിരിക്കേണ്ട ജീവിത ശൈലിയുടെ ഭാഗമായുള്ള വിവരണത്തിൽ നിന്നാണ് ഇന്നത്തെ വചനഭാഗം. 2 തരം നിക്ഷേപങ്ങളുണ്ട്: ഭൂമിയിലെ നിക്ഷേപവും സ്വർഗത്തിലെ നിക്ഷേപവും. തുരുമ്പും കീടങ്ങളും നശിപ്പിക്കുന്നതും കള്ളന്മാർ കവർന്നെടുക്കുന്നതുമാണ് ഭൗമിക നിക്ഷേപം. കള്ളന്മാർ കവരാത്തതും തുരുമ്പും കീടങ്ങളും നശിപ്പിക്കാത്തതുമാണ് സ്വർഗീയ നിക്ഷേപം. സമ്പത്ത് അഥവാ വസ്തു എന്ന് അർത്ഥം വരുന്ന അറാമായ പദമാണ് മാമ്മോൻ. ഭൗമിക സമ്പത്ത് ദൈവവുമായുള്ള ബന്ധത്തിന് തടസ്സമായി നിൽക്കാൻ പാടില്ല. സമ്പത്തിനും പണത്തിനും അടിമയായിരിക്കുന്നവർക്ക്
ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിനോ അനുഗമിക്കുന്നതിനോ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ദൈവത്തെയും മാമോനെയും ഒന്നിച്ച് സേവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. കണ്ണ് ശരീരത്തിന്റെ വിളക്ക് എന്നതിലൂടെ ക്രൈസ്തവ ശിഷ്യന്മാർക്കുണ്ടായിരിക്കേണ്ട കാഴ്ചപ്പാടിനെ കുറിച്ചാണ് പറയുന്നത്. ഹൃദയ വിചാരങ്ങളും ഉൾക്കാഴ്ചയും ഉത്തമമായിരിക്കണം. എല്ലാറ്റിനെയും പോസിറ്റീവായി ക്രിയാത്മകമായി കാണുവാൻ സാധിക്കണം. പ്രകാശത്തിന്റെ മക്കളായി വ്യാപരിക്കണം. അങ്ങനെയുള്ളവർക്ക് ദൈവത്തെ യഥാർത്ഥ യജമാനനായി കാണുവാൻ സാധിക്കുകയുള്ളൂ. ദൈവമനുഷ്യ ബന്ധത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളും അവയുടെ മറുമരുന്നുകളുമാണ് യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നുമുള്ള പ്രഘോഷണത്തിന്റെ ഉള്ളടക്കം. തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ജഡത്തിൻ്റെതായ ഭോഗങ്ങളും കലഹങ്ങളും യുദ്ധങ്ങളുമെല്ലാം ദൈവരാജ്യ പ്രവേശനത്തിലുള്ള മാർഗങ്ങൾ അടയ്ക്കുന്നു. ദൈവത്തോട് അടുത്തു വരുവിൻ, അവിടുന്ന് നിങ്ങളുടെയും അടുത്തു വരും. കർത്താവിന്റെ മുമ്പിൽ വിനീതരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെയും ഉയർത്തും. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതിനുള്ള മാർഗമായി നമുക്കുള്ളതാണ് മിശിഹ സ്ഥാപിച്ച തിരുസഭ. സഭയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്ത് സദ്ഫലങ്ങൾ പുറപ്പെടുവിച്ച് സ്വർഗത്തിൽ നിക്ഷേപം സമ്പാദിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.